ചേട്ടാ, ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ ഇന്ന് കുന്ദമംഗലം കോടതി പരിഗണിക്കാനിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഷിംജിതയ്ക്കെതിരെ പുതിയൊരു കേസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബസ്സിൽ ഇവരോടൊപ്പം യാത്ര ചെയ്ത മറ്റൊരു യുവതി ദീപക്കിന്റെ വീഡിയോ ചിത്രീകരിക്കുന്ന വേളയിൽ ഇവർക്ക് മുൻപിലുണ്ടായിരുന്ന ഷിംജിത മുസ്തഫയ്ക്ക് മുൻപിലുണ്ടായിരുന്ന ഈ വീഡിയോയിൽ പതിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ സിറ്റി സൈബർ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ ഇവർ വീഡിയോ ചിത്രീകരിച്ച് തനിക്കും കൂടി മോശമുണ്ടാക്കുന്ന അവസ്ഥയിൽ അവർ സാമൂഹിക മാധ്യമത്തിലൂടെ ആ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന പേരിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. ദീപക്കിൻ്റെ കുടുംബമാണ് ഇത്തരത്തിലൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നതിൽ ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ഷിംജിത മുസ്തഫ കഴിഞ്ഞ 15-ാം തീയതി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്ന് രാമന്തളിയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന അല്ലമീൻ എന്ന ബസ്സിൽ സഞ്ചരിക്കുന്ന വേളയിൽ ഈ പെൺകുട്ടി ചിത്രീകരിച്ചൊരു വീഡിയോയെ തുടർന്ന് ആ യുവാവിൻ്റെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് അത് പോവുകയും പിന്നീട് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു അപൂർവ കേസായി മാറിയതൊരു വലിയ വിവാദം, രാഷ്ട്രീയ വിവാദമായി മാറുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഷിംജിത മുസ്തഫ എന്തായാലും മഞ്ചേരി സബ് ജയിലിലാണ് റിമാൻഡിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണ വിധേയമായതിനു ശേഷം ഇവർ ഒളിവിൽ പോയിരുന്നു. ഇവർ വിദേശത്തേക്ക് പോയി അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടു എന്നൊക്കെയുള്ള വാർത്തകൾക്കിടെയാണ് വടകരയിൽ ഇവരുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇവർ അറസ്റ്റിലായതും പിന്നീട് ഇവരെ കുന്ദമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം 14 ദിവസത്തേക്ക് മഞ്ചേരി ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇവർ ഇതിനു മുൻപ് തന്നെ മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. അതുപ്രകാരം കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഇവരൊരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു. അതൊക്കെ അസ്ഥാനത്തായിക്കൊണ്ടായിരുന്നു അപ്രതീക്ഷിതമായി ഈ വടകരയിലെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇവർ അറസ്റ്റിലായി. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ആ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. അത് എത്ര നീതീകരിക്കാൻ ശ്രമിച്ചാലും അവരുടെ ഭാഗം നീതീകരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ 24 ചാനലിൽ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പണ്ട് നമ്മൾ തമ്മിൽ എന്ന പേരിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു പരിപാടിയുടെ പുനരവതരണം അതായിരുന്നു 24 ന്യൂസിൽ ഈ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ തമ്മിൽ. ഇതിൽ ആ ഒരു കുടുംബം, ദീപക്കിൻ്റെ വിയോഗത്തെ തുടർന്ന് കടുത്ത വേദനയിൽ കഴിയുന്ന കുടുംബം, അവരുടെ അമ്മ കന്യക, അച്ഛൻ ചോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇരുവരും ഇപ്പോഴും മകൻ നഷ്ടപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കാതെ വിലപിച്ചുകൊണ്ട് ആ വീട്ടിൽ ആമജലപാനം പോലുമില്ലാതെ കഴിയുകയാണ്. അപ്പോൾ ഇവരെ അടക്കം ഈ ഒരു സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുന്നൊരു അതൊരു റേറ്റിംഗ് ആണെങ്കിൽ അത് വളരെ മോശപ്പെട്ട പരിപാടിയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ ഗസ്റ്റായിട്ട് അതിഥികളായി ക്ഷണിച്ചിരിക്കുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി അതും വലിയ രീതിയിൽ നമ്മൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും ഈ ഒരു ഷോയിൽ നിന്നുള്ള കുറേ ദൃശ്യങ്ങളാണ് വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് അതിഥികളായി വന്നിരിക്കുന്ന ആളുകൾ, അതിനകത്തൊരു ശ്രീലക്ഷ്മി അറയ്ക്കലുണ്ട്, പിന്നെ ഐശ്വര്യ രാജലക്ഷ്മി. ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ സാമാന്യ മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത രീതിയിലാണ് ഇവരൊക്കെ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ കുടുംബം അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇരിക്കുന്ന ഒരു വേദിയിൽ, അവരെ ലൈവിലൂടെ ആണെങ്കിലും ആ വേദിയിൽ സന്നിഹിതരാണ്, അവർ ആ പരിപാടി കാണുന്നുണ്ട്. അവരുടെ മകനെ കുറ്റക്കാരനാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ ഇവരുടെ ചേഷ്ടകളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ. അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ ഈശ്വറും ആ പ്രദേശത്തെ കോഴിക്കോട് നിന്ന് അടുത്തിടെയാണ് ഒരു BJP കൗൺസിലറായി ജയിച്ചു കയറിയ റനീഷ്, അദ്ദേഹവും അടക്കം ആ ദീപക്കിൻ്റെ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ഇവരൊക്കെ ദീപക്കിനെ പ്രതിരോധിക്കാൻ, ദീപക്കിന് വേണ്ടി സംസാരിക്കാനുണ്ട്. എന്നാൽ ഈ ഏതെങ്കിലും എവിടെയെങ്കിലും നടന്നൊരു സംഭവത്തിൻ്റെ പേരിൽ മൊത്തത്തിലുള്ള പുരുഷന്മാരെ എല്ലാം അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്ക് ആ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവർ ദീപക്ക് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുകയാണ്. അവർ കണ്ടിട്ടില്ല, ഒരു വീഡിയോ ചിത്രീകരിക്കുന്നു. നമ്മൾ ആ വീഡിയോ എല്ലാവരും കണ്ടതാണ്. ആ വീഡിയോയിൽ അത്തരത്തിലൊരു ചേഷ്ട അല്ലെങ്കിൽ സ്വഭാവ വൈകല്യം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് നമ്മൾ ആരും ആ വീഡിയോയിൽ കണ്ടില്ല. പക്ഷേ അതെ, ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ, ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഇവർ മലപ്പുറം അരീക്കോട് വെള്ളേരി ഡിവിഷനിൽ നിന്നുള്ള, അരീക്കോട് പഞ്ചായത്തിലെ വെള്ളേരി ഡിവിഷനിൽ നിന്നുള്ള ജനപ്രതിനിധിയായിരുന്നു. ഇവർക്ക് നിയമത്തെക്കുറിച്ച് ജ്ഞാനമുണ്ട്, ബോധമുള്ളയാളാണ്. അതോടൊപ്പം തന്നെ ഇവർ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. അങ്ങനെ ഒരാൾ ബസ്സിൽ നിന്ന് തനിക്കൊരു ദുരനുഭവം നേരിട്ടു എന്ന് ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ആ ഒരു മാനഹാനിയിൽ സ്വയം നൊന്ത് അദ്ദേഹം ജീവനൊടുക്കാൻ വരെ സാധ്യതയുണ്ട് എന്നൊരു തലത്തിൽ ഇവർ ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും കടുത്ത അത്തരത്തിലുള്ള പരിപാടി, ആ ഒരു തമ്മിൽ എന്ന പരിപാടി കാണുന്നവർക്കറിയാം, അത് ഒരു 2 മിനിറ്റിൽ കൂടുതൽ ആർക്കും കണ്ടിരിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് അതിൽ പറയുന്ന വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അതിലെ ഗസ്റ്റ്, ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. അതെ, ഒരാൾ ചെയ്തു വരുത്തി തീർക്കലാണ്.
ഇത് തീർച്ചയായിട്ടും അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ വേദിയിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും എത്രത്തോളം മനപ്രയാസം ഉണ്ടാകും. കാരണം സാധാരണ ഒരു വീട്ടിൽ 41 വയസ്സുണ്ട് ദീപക്കിന്. 41 വയസ്സ് പിന്നിട്ട് ഒരു മകനെ നോക്കുന്നത് പോലെയല്ല ആ കുടുംബം ദീപക്കിനെ കണ്ടിരുന്നത് എന്ന് ആ അമ്മയുടെ കണ്ണീരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇയാൾ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം പ്രായമായ അച്ഛനും അമ്മയുടെയും ഏക മകനാണ്. അങ്ങനെ കുടുംബത്തിന് താങ്ങായി കുടുംബമാണ് എല്ലാം എന്ന് കരുതി ജീവിച്ചു വന്നിരുന്ന ഒരു മനുഷ്യൻ ഒരു അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു ദിവസം തൻ്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു. 15-ാം തീയതി ചിത്രീകരിച്ചൊരു വീഡിയോ തൊട്ടടുത്ത ദിവസങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. താൻ ഒരു സ്ത്രീ ലംബടനാണ്, അല്ലെങ്കിൽ താൻ ഒരു ബസ്സിൽ വെച്ച ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്നു എന്ന തരത്തിലൊരു വീഡിയോ പ്രചരിക്കുമ്പോൾ പെട്ടെന്നൊരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അയാൾ ആ വിഷമം ആകെ പറഞ്ഞത് അയാളുടെ ഒരു സുഹൃത്തിനോട് മാത്രമാണ്. ആ സുഹൃത്ത് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, താൻ നമുക്ക് നിയമപരമായിട്ട് ഇതിനെ നേരിടാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് പിന്നെയും ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. താൻ എങ്ങനെയാണ് ഇത്രയും നാൾ താൻ ജീവിച്ചു വന്ന പോലെയല്ല, നാളെ സമൂഹം എന്നെ നോക്കുന്നത് ഒരു ഞരമ്പ് രോഗിയായിട്ടാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്ന ഒരു അബ്യൂസറായിട്ടാണ് തന്നെ ഇനി സമൂഹം നോക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഒരുപക്ഷെ അയാളുടെ നിരപരാധിത്വം നിയമത്തിൻ്റെ വഴിയിലൂടെ പോയി തെളിയിക്കപ്പെട്ടാൽ അയാൾക്ക് സമൂഹത്തിൽ തലയുയർത്തി തന്നെ ജീവിക്കാം. പക്ഷേ ഒരു സാധാരണ മനുഷ്യന് നിയമത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്ത അവജ്ഞാനമുള്ളൊരു മനുഷ്യന് എങ്ങനെയാണ് അതിൻ്റെ സങ്കീർണമായ നിയമ നടപടികളെക്കുറിച്ച് ബോധ്യമില്ലാത്ത പക്ഷം താൻ ഇനി സമൂഹത്തിൽ ജീവിക്കേണ്ടി വരിക ഒരു അബ്യൂസറായിട്ടാണ് എന്ന തിരിച്ചറിവിലാണ് അദ്ദേഹം ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. ഇവർക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. ഇവർ ആ വീഡിയോ ചിത്രീകരിച്ചു. ആ വീഡിയോയ്ക്ക് ശേഷം മറ്റൊരു ന്യായീകരണ വീഡിയോ ഇട്ടു. ഈ എക്സ്പ്രഷൻസ്, മനുഷ്യൻ്റെ വിചാരങ്ങളെ അടക്കി നിർത്താൻ സാധിക്കാത്തൊരു പുരുഷനാണ് ദീപക് എന്ന് വരെ ഇവർ വിധി എഴുതി. പക്ഷേ ആ വീഡിയോയിൽ ഇവർ ആ വീഡിയോ ചെയ്യേണ്ടിയിരുന്നില്ല. അവർ ആ ബസ്സിൽ ഒച്ച വെച്ച് അങ്ങനെ ആളെ കൂട്ടി. ആ ബസ്സിൽ എന്തായാലും ധാരാളം ആളുകളുണ്ട്. കണ്ണൂരിൽ ബസ്സിലെ ജീവനക്കാര് പോലും ഈ സംഭവം അറിഞ്ഞിട്ടില്ല, ബസ്സിലെ സഹയാത്രികർ പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ തൊട്ടടുത്ത് നിന്നിരുന്ന സ്ത്രീ ആ വീഡിയോ വന്നതിന് ശേഷമാണ് താൻ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനൊരു മനുഷ്യൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള വീഡിയോയിൽ താൻ ഉൾപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ തനിക്കും കൂടി അപകീർത്തികരമാകും എന്നൊരു ബോധ്യത്തിലാണ് അവർ കണ്ണൂർ സിറ്റി സൈബർ പോലീസിൽ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ ആ ബസ്സിലെ CCTV, അല്ലമീൻ എന്നാണ് ആ ബസ്സിൻ്റെ പേര്, ആ ബസ്സിലെ CCTV അടക്കം പരിശോധിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയിരുന്നു. ബസ്സിലെ CCTV മറ്റാർക്കും കൈമാറരുതെന്ന് ബസ് ജീവനക്കാരോട് പോലീസ് തന്നെ മുൻപ് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപ്രകാരം ഈ ബസ്സുകളിലുള്ള CCTV ക്യാമറകളുടെ കാര്യക്ഷമതയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. കാരണം ബസ്സുകളിൽ ക്യാമറ ഉണ്ട്, പക്ഷേ ഒരു പരിധിക്കപ്പുറം അത്ര വിസിബിൾ അല്ല. പ്രത്യേകിച്ച് തിരക്കുള്ള ബസ്സാണെങ്കിൽ അതിൻ്റെ പുറകിൽ നടക്കുന്നത് എന്താണ്, മധ്യഭാഗത്ത് നടക്കുന്നത് എന്താണെന്ന് നമുക്ക് ആ ബസ്സിലെ CCTV ക്യാമറ മാത്രം വിലയിരുത്തിക്കൊണ്ട് പറയാൻ സാധിക്കില്ല. ഇവരെ അനുകൂലിച്ച് ആ ബസ്സിലിരിക്കുന്ന ആരെങ്കിലും, എനിക്ക് മുന്നിൽ ഞാൻ കണ്ടു നിന്നപ്പോൾ ആ പെൺകുട്ടിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറി, അത് കണ്ടു നിന്ന മറ്റൊരു യുവതി വീഡിയോ എടുത്തു എന്ന് മറ്റൊരു സ്ത്രീ, ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ പരാതിയുമായിട്ട് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഷിംജിതയെ ന്യായീകരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് പറയാം. പക്ഷേ ഇങ്ങനെ ഒരാളുടെ വീഡിയോ ചിത്രീകരിച്ച് അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് ശേഷം ഇത് എവിടെയും കണ്ടിട്ടില്ലാത്ത വടകരയിൽ നടക്കുന്ന അല്ലെങ്കിൽ പയ്യന്നൂർ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ഈ ശ്രീലക്ഷ്മി അറയ്ക്കലും ഈ ഐശ്വര്യ രാജലക്ഷ്മിയും പോലുള്ള ആളുകൾ ചാനലുകളിൽ വന്നിരുന്ന് പറയുന്നത് നേരിൽ കണ്ടിരുന്ന ഒരു സംഭവം പോലെ അവർ അഡ്മിറ്റ് ചെയ്യുകയാണ്. സ്ത്രീകൾ, രാഹുൽ ഈശ്വർ അതിനകത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അബ്യൂസറിൻ്റെ ബോഡി ലാംഗ്വേജ് അറിയാമോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പുരുഷന്മാരോടുള്ള കടുത്ത അവമതിപ്പ്, അവർ ജീവിതത്തിൽ മുൻപ് എപ്പോഴെങ്കിലും നേരിട്ട ഒരു സംഭവം അവരുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവത്തെ തുടർന്ന് പിന്നീട് സമൂഹത്തിലുള്ള മാന്യമായി ജീവിക്കുന്നവരടക്കമുള്ള എല്ലാ പുരുഷന്മാരെയും ഇവർ ശത്രുപക്ഷത്ത് നിർത്തുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്കപ്പുറം ഇവർ പുരുഷന്മാരെ ദ്രോഹിക്കുക എന്ന ലക്ഷ്യമാണ് ഈ കൂട്ടർക്കുള്ളത്. അല്ലാണ്ട് സ്ത്രീ ശാക്തീകരണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമല്ല ഉള്ളത്. നമ്മുടെ ഗീതു മോഹൻദാസ്, കടുത്ത സ്ത്രീപക്ഷവാദിയായിട്ടുള്ള ഗീതു മോഹൻദാസ് മലയാളത്തിൽ വളരെയധികം നല്ല നടിയാണ്. അവർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർ കടുത്ത സ്ത്രീപക്ഷവാദിയാണ്. സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി ചിത്രീകരിക്കുക എന്നുള്ള അഭിപ്രായക്കാരിയായിരുന്നു അവർ. അവരുടെ ഒരു പാൻ ഇന്ത്യൻ സിനിമ ടോക്സിക്കുമായിട്ട് പോയപ്പോൾ ആ ഒരു ടീസറിൽ കാണിച്ചത് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഒന്ന് പറയുന്നു മറ്റൊന്ന് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ഇവർ പോകുന്നത്. ഇവർ സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ നാട്ടിൽ തന്നെ കടുത്ത ഇത്തരത്തിലുള്ള അബ്യൂസ് നേരിട്ട് ഇത് പുറത്ത് പറയാൻ സാധിക്കാതെ അടക്കി ജീവിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ടായിരിക്കും. അവരുടെയൊക്കെ വിഷമങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുക, അവർക്ക് സഹായം ലഭ്യമാക്കുക എന്ന രീതിയിലൊക്കെ ഇവർ പോയാൽ അത് സ്ത്രീകൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് അത് വളരെയധികം നല്ലതാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു സ്ത്രീക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് മൊത്തം പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്ക് വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഒരു മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ ചിത്രീകരിച്ച് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ അതൊരിക്കലും
മാറില്ല. ഇപ്പോൾ ദീപക്കിന് സംഭവിച്ചിരിക്കുന്നത് ദീപക്കിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മാത്രം നഷ്ടമാണ്. നമ്മളിപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടണമെന്ന് തന്നെ പറയുമ്പോഴും നമ്മളൊരു പരിധിക്കപ്പുറം ഈ ഒരു സംഭവത്തെ ഓർത്തിരിക്കാൻ പോകുന്നില്ല. ആ കുടുംബം പക്ഷേ അങ്ങനെയല്ല. തങ്ങൾ 41 വയസ്സ് പിന്നിട്ട തങ്ങളുടെ ജീവിതാന്ത്യത്തിൽ താങ്ങാകേണ്ട ഒരു മകനെ നഷ്ടപ്പെട്ട വേദന അവർ മരിക്കുന്നത് വരെ അവരുടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് ഒരു നാഥനില്ല. എന്തായാലും ആ കുടുംബത്തിന് നീതി കിട്ടണം. ഇന്ന് എന്തായാലും ഈ ജാമ്യാപേക്ഷ, ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്ദമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയാണ്. ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കടുത്ത ഉന്നത വിദ്യാഭ്യാസമുള്ള, മുൻപ് വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന ഒരു വ്യക്തി, നിയമത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടെന്നിരിക്കെ ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചാൽ ആ വീഡിയോയിൽ ആരോപണ വിധേയനായ വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള മാനനഷ്ടം, ആ മാനനഷ്ടം പിന്നീട് ആത്മഹത്യയിലേക്ക് നയിക്കും എന്ന ബോധ്യം ഇവർക്ക് ഉണ്ടായിരിക്കാൻ, ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും ഇവരുടെ അനുഭവങ്ങളുമൊക്കെ ഉണ്ടെന്നിരിക്കെ അതിന് തയ്യാറായില്ല, നിയമ സഹായം തേടിയില്ല, മറിച്ച് അയാളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കാൻ പോകുന്നത്. എന്തായാലും ഇവർക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അല്പസമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ശരി.